آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير آمن الرسول ദൂതൻ വിശ്വസിച്ചിരിക്കുന്നു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി ദൂതന്റെ രക്ഷിതാവിങ്കിൽ നിന്നും ദൂതരിലേക്ക് ഇറക്കപ്പെട്ട എല്ലാ സന്ദേശങ്ങളിലും വിശ്വസിച്ചിരിക്കുന്നു വൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു കുല്ലുൻ ആമന ബില്ലാഹ് എല്ലാവരും അല്ലാഹുവിൽ വിശ്വസിച്ചു വമലായികതി അല്ലാഹുവിന്റെ മലക്കുകളിലും വിശ്വസിച്ചു വകുതുബി പടച്ചവന്റെ വേദങ്ങളിലും വിശ്വസിച്ചു ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി അള്ളാഹുവിന്റെ ദൂതന്മാരിൽ ആർക്കുമിടയിൽ നാം വേർതിരിവ് കൽപ്പിക്കുന്നില്ല വഖാലൂ സമിഅനാ വഅതഅനാ അവർ പറയുന്നു ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു ഗുഫ്രാനക് പടച്ചവനെ നിന്റെ മാപ്പ് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബന രക്ഷിതാവേ നിന്റെ മാപ്പ് ചോദിക്കുന്നു വഇലൈകൽ മസീർ നിന്നിലേക്കാണ് എല്ലാവരുടെയും മടക്കം. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളിൽ ആദ്യത്തെ ആയത്താണിത്. വളരെ പോലിശ പറയപ്പെട്ട ആയത്തുകളാണിത്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഏതെങ്കിലും രാത്രി ഓതിയാൽ അതവന് മതിയാകുന്നതാണ് എന്നതിന്റെ ആശയം 1, എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുന്നതാണ്. 2, മറ്റ് നന്മകൾക്കത് പകരമാകുന്നതാണ്. അതായത് ഒരു വ്യക്തി എപ്പോഴും തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇത്ര ഓതുമായിരുന്നു, ദിക്ർ ചൊല്ലുമായിരുന്നു, അവിചാരിതമായി അത് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷെ ആമന റസൂൽ ഓതിയിട്ടുണ്ടെങ്കിൽ അത് അതിന് പകരമാകുന്നതാണ്. അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഈ 2 ആയത്തുകൾ അർശിന്റെ താഴ്ഭാഗത്തുള്ള നിധി ശേഖരത്തിൽ നിന്നും എനിക്ക് നൽകപ്പെട്ട നിധിയാണ്. ബുദ്ധിയുള്ള, ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണെങ്കിൽ ഈ ആയത്തുകളും അതുപോലെ ആയത്തുൽ കുർസിയും ഓതിയിട്ട് മാത്രമേ ഉറങ്ങുകയുള്ളൂ. അല്ലാഹു നമുക്ക് പാലിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിന്റെ പാരായണവും ശരിയാക്കണം, ഇതിന്റെ ആശയവും മനസ്സിലാക്കി. آمن الرسول بما أنزل إليه من ربه والمؤمنون. അള്ളാഹു അറിയിക്കുന്നു, അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാ സത്യവിശ്വാസികളും
അല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതീർണമാക്കിയ മുഴുവൻ സന്ദേശങ്ങളിലും വിശ്വസിക്കുന്നു. മാ ജാഅ ബിഹിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആദരവായ റസൂലിന് നൽകുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയും ചെയ്ത മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിക്കുന്നു. വിശ്വാസപരമായ കാര്യങ്ങളും വിധിവിലക്കുകളും എല്ലാം അംഗീകരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അറിയിച്ചു, ഹഖ്ഖ ലഹു അൻ യുഅ്മിൻ, തീർച്ചയായിട്ടും എല്ലാവരും വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണിത്. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. ശേഷം അതിൽ വിശ്വസിക്കേണ്ട 4 കാര്യങ്ങൾ അല്ലാഹു പ്രത്യേകം പറയുന്നു. എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കണം, 4 കാര്യങ്ങളിൽ പ്രത്യേകിച്ചും. കുല്ലുൻ ആമന ബില്ലാഹ്, ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ ഏകത്വത്തിൽ, പടച്ചവൻ മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്നതിൽ വിശ്വസിക്കണം. ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം അതാണ്. അല്ലാഹു മഹോന്നതനാണ്, സമുന്നതനാണ്, സർവശക്തനാണ്. ആ അല്ലാഹു ഉണ്ട്, ആ അല്ലാഹു ഏകനാണ്, ആ അല്ലാഹു ആരാധനയ്ക്ക് അർഹനാണ്. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി, 2 അല്ലാഹുവിന്റെ മാലാഖമാരിൽ വിശ്വസിക്കണം. അല്ലാഹുവിന് ധാരാളം പടപ്പുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മലക്കുകൾ. പ്രകാശം കൊണ്ട് പടയ്ക്കപ്പെട്ടവർ, നന്മകൾ മാത്രം ചെയ്യുന്നവർ, പടച്ചവന്റെ കൽപ്പനകൾ പൂർണ്ണമായി പാലിക്കുന്നവർ. നമ്മളുടെ തോളിൽ മലക്കുകളുണ്ട്, നമ്മളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ അവരുണ്ട്. മരണത്തോടുകൂടി അവർ പ്രകടമാകുന്നതാണ്. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി, 3 അല്ലാഹുവിന്റെ വേദങ്ങളിൽ വിശ്വസിക്കണം. പടച്ചതമ്പുരാൻ ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്റെ മാർഗദർശനത്തിന് വേണ്ടി വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ സുഹഫ് ഇബ്രാഹിം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മേൽ സുഹഫ് ഇബ്രാഹിം വ മൂസ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മേൽ സബൂർ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മേൽ ഇഞ്ചീൽ. ഇങ്ങനെ പടച്ചവൻ ഓരോ കാലഘട്ടത്തിലും ധാരാളം വേദങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അവയുടെ രത്ന ചുരുക്കം ശരിയായ സന്ദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. വമലായികതിഹി വകുതുബിഹി, ആകയാൽ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കണം. വറുസുലി, 4 അല്ലാഹുവിന്റെ ദൂതന്മാരിലും വിശ്വസിക്കണം. പടച്ചവൻ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ രൂപം കാണിച്ചു തരുന്നതിന് അല്ലാഹു മഹാന്മാരായ പ്രവാചകന്മാരെ അയക്കുകയുണ്ടായി. ആദം നബി അലൈഹിസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ചരിത്രത്തിന്റെ ദിശാസന്ധികളിൽ പ്രവാചകന്മാര് വന്നുകൊണ്ടേയിരുന്നു. ലോകം മുഴുവനും പ്രവാചകന്മാര് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തും വന്നിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം വന്നു, ശീസ് നബി അലൈഹിസ്സലാം വന്നുവെന്ന് പറയപ്പെടുന്നു. നൂഹ് നബി അലൈഹിസ്സലാം വന്നുവെന്ന് പറയപ്പെടുന്നു.
കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. ആ നബിമാരിൽ അവസാനത്തെ നബിയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എല്ലാ നബിമാരുടെയും പ്രവർത്തന ഫലമായി മാനവരാശി പൂർണ്ണത പ്രാപിക്കുകയും അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു മുഴുവൻ നബിമാരുടെയും ശരിയായ സന്ദേശം ഉൾക്കൊണ്ട് പ്രചരിപ്പിക്കുന്നതിന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. അതുകൊണ്ട് നാം ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിവ് കൽപ്പിക്കുന്നതല്ല. ഈസാ നബി നിങ്ങളുടേത്, മൂസാ നബി നിങ്ങളുടേത്, ഇങ്ങനെ ഒരു പ്രവാചകനിടയിലും അല്ലെങ്കിൽ ആ നബിയുടെ സ്ഥാനം പ്രവാചകത്വത്തിന്റെ വിഷയത്തിൽ കൂടുതലാണ് അല്ലെങ്കിൽ കുറഞ്ഞുപോയി, പ്രവാചകന്മാർ തെറ്റുവല്ലതും ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ അവർക്കിടയിൽ യാതൊരു വേർതിരിവും കൽപ്പിക്കുന്നതല്ല. വഖാലൂ സമിഅനാ വഅതഅനാ. സത്യവിശ്വാസികൾ പറയുന്നതാണ്, ഞങ്ങൾ പടച്ചവന്റെ സന്ദേശങ്ങൾ, പ്രവാചക ദർശനങ്ങൾ മനസ്സു തുറന്ന് കേൾക്കുന്നതാണ്, അതിനെ നമ്മൾ പരിപൂർണമായി അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. വഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്റാനക. പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. റബ്ബനാ, പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചില വിഷയങ്ങളെപ്പറ്റി ഇതൽപ്പം കടുപ്പമായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. നിങ്ങൾക്ക് മുമ്പുള്ളവർ പറഞ്ഞതുപോലെ കാര്യമെല്ലാം കേട്ടു പക്ഷെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയാൻ പോവുകയാണോ? പാടില്ല, നിങ്ങൾ ഇങ്ങനെ പറയണം. അവരങ്ങനെ തന്നെ പറഞ്ഞു, എല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. വഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്റാനക. പടച്ചവനെ ഞങ്ങൾ അംഗീകരിക്കുന്നെങ്കിലും ഞങ്ങളിൽ നിന്നും വീഴ്ചകളുണ്ടാകാൻ സാധ്യതയുണ്ട്. നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. നിന്റെ മാപ്പ് ഞങ്ങൾ ചോദിക്കുന്നു, നിന്റെ കൃപ ഞങ്ങൾ ഇരക്കുന്നു, നിന്റെ ഔദാര്യം ഞങ്ങൾ യാചിക്കുന്നു. വഇലൈക്കൽ മസീർ. നിന്നിലേക്കാണ് എല്ലാവരുടെയും മടക്കം. ഇത് ഒരു നിലയ്ക്ക് അഞ്ചാമത്തെ വിശ്വാസം കൂടിയാണ്. വൽ യൗമിൽ ആഖിർ. ഈ ലോകത്ത് മനുഷ്യന് ഒരു അവസാനമുണ്ട്, പക്ഷെ അത് മനുഷ്യന്റെ അവസാനമല്ല, പടച്ചവരിലേക്കുള്ള മടക്കമാണ്, അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്. ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ഈമാൻ പുതുക്കിൻ. ഈ ആയത്തുകൾ ഓതിക്കൊണ്ട് അല്ലാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ മേൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലിക്കൊണ്ട് പ്രത്യേകിച്ചും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് പരലോകത്തെപ്പറ്റി അല്പം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ, പ്രത്യേകിച്ചും അങ്ങനെ ഉറങ്ങുന്ന മനുഷ്യൻ പൂർണ്ണ ഈമാനോടുകൂടി ഉറങ്ങും. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. നല്ല ഈമാനോടുകൂടി എഴുന്നേക്കും. മരണം സംഭവിച്ചാൽ ആത്മാവ് പടച്ചവന്റെ സന്നിധാനത്തിലേക്ക് സത്യവിശ്വാസത്തിന്റെ നിധിയും പേറിക്കൊണ്ട് പറന്നു നീങ്ങും. അല്ലാഹുമ്മ ലഖീനാ ഹുജ്ജത്തൽ ഈമാൻ ഇൻദൽ മമാത്ത്. മരണനേരത്ത് പടച്ചവനെ ഈമാനിന്റെ പ്രമാണം ഞങ്ങളെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ.